വെഞ്ഞാറമൂട് പെരുമലയിലെ വീട്ടിലെത്തിച്ച് അന്വേഷണ സംഘം നടത്തിയ തെളിവെടുപ്പിനിടയിലാണ് ഫെബ്രുവരി 24-ാം തീയതി സംഭവിച്ച കൊടും ക്രൂരകൃത്യങ്ങൾ 23-കാരനായ അഫാൻ പോലീസിനോട് വിശദീകരിച്ചത്. സംഭവ ദിവസം രാവിലെ 10 മണിക്ക് വീടിനുള്ളിലെ സോഫയിലിരുന്ന് താനും ഉമ്മ ഷമിയും കടക്കണിയിൽ നിന്ന് രക്ഷപ്പെടാൻ ആത്മഹത്യയല്ലാതെ മറ്റു പോംവഴികളൊന്നുമില്ലെന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു. ഈ കടക്കണിയിൽ നിന്ന് രക്ഷപ്പെടാൻ യാതൊരു മാർഗവുമില്ലായിരുന്നു. പല മാർഗങ്ങളും ഞങ്ങൾ പരീക്ഷിച്ചു. അതിൽ നിന്നെല്ലാം പരാജയപ്പെട്ടു. ഇനി ആത്മഹത്യ മാത്രമാണ് ഒരേ ഒരു പോംവഴി. അങ്ങനെയാണെങ്കിൽ ഉമ്മ പൊക്കോളൂ, ഞാനും അഫ്സാനും പിന്നാലെ വരാമെന്ന് പറഞ്ഞ് ഉമ്മയുടെ തലയിലുണ്ടായിരുന്ന ഷാൾ വാങ്ങി കഴുത്തിൽ വരിഞ്ഞു മുറുക്കി ഷമി സോഫയിൽ നിന്ന് നിലത്ത് വീണു. ഒപ്പം താനും പിന്നീട് മുറിക്കുള്ളിലേക്ക് വലിച്ചു കൊണ്ടുപോയി. തല ശക്തിയോടെ തറയിലിടിച്ചു. രക്തം വാർന്നൊഴുകുന്നത് കണ്ട് ഉമ്മ മരിച്ചെന്ന് കരുതി മുറിയുടെ വാതിലടിച്ചു പുറത്തുപോയി. തുടർന്ന് പാങ്ങോടുള്ള കുടുംബ വീട്ടിൽ തനിച്ചു താമസിക്കുന്ന വല്യമ്മ സൽമാ ബീവിയുടെ അടുത്തെത്തി. എൻ്റെ ഉമ്മ പോയി, ഞാൻ അവരെ കൊന്നു എന്ന് പറഞ്ഞ് തുടർന്ന് തലക്ക് ചുറ്റിക കൊണ്ട് അടിച്ച് മുറിവേൽപ്പിച്ചു. 88-കാരിയായ സൽമാ ബീവിയെയും വകവരുത്തി. അവിടെ നിന്ന് പ്രതി സഹോദരൻ ലത്തീഫിന്റെ വീട്ടിലെത്തി. 2 പേരുടെയും ജീവനെടുത്തു. ഒടുവിൽ ഉമ്മയുടെ അടുത്തേക്ക് വരണമെന്ന് പറഞ്ഞ് പെൺസുഹൃത്ത് ഫർസാനയെ മുക്കുന്നൂരിലെ വീട്ടിൽ നിന്ന് വിളിച്ചു വരുത്തി. കാവറയിൽ നിന്ന് തനിക്കൊപ്പം ബൈക്കിൽ കയറി ഫർസാനയോട് ഈ വണ്ടി ഇടിച്ച് താൻ മരിച്ചാൽ എന്ത് ചെയ്യുമെന്ന് യാത്രക്കിടെ പ്രതി ചോദിച്ചു. താൻ ജീവന് തുല്യം സ്നേഹിക്കുന്ന അഫാനിൽ നിന്ന് അങ്ങനെ ഒരു ചോദ്യം കേട്ടപ്പോൾ അഫാനെ ഇറുകെ പിടിച്ചുകൊണ്ട് അവൾ പറഞ്ഞു, നിനക്കൊപ്പം ഞാനും മരിക്കുമെന്ന് ഫർസാനയുടെ മറുപടി. ഫർസാന തൻ്റെ സ്നേഹ കൂടുതൽ കൊണ്ട് അങ്ങനെ പറഞ്ഞുവെങ്കിലും ഒരിക്കലും കരുതി കാണില്ല തന്നെ മരണത്തിലേക്കാണ് അഫാൻ കൂട്ടിക്കൊണ്ടു പോകുന്നതെന്ന്. തുടർന്ന് പേരമലയിലെ വീടിൻ്റെ മുന്നിലെത്തിയപ്പോൾ ഗേറ്റ് പൂട്ടിയിട്ട നിലയിലായിരുന്നു. താനും ഫർസാനയും മതിൽ ചാടി കടന്ന് വീട്ടിനുള്ളിൽ പ്രവേശിച്ചു. മുകൾ നിലയിലെ മുറിയിലെത്തിച്ച് ഉമ്മ പോയെന്ന് ആദ്യം വെളിപ്പെടുത്തി. പിന്നാലെ ആക്രമിച്ച മറ്റുള്ളവരുടെയും വിവരങ്ങളും. നടുക്കുന്ന വിവരങ്ങൾ കേട്ട് കൈകൾ കൊണ്ട് കണ്ണുകൾ പൊത്തി തല കുനിച്ച് ഫർസാന സമീപത്തെ കസേരയിലിരുന്നു. താനിതെന്തൊക്കെയാണ് കേൾക്കുന്നത്? താൻ പ്രണയിക്കുന്ന അഫാൻ തന്നെയാണോ ഇത്രയും ക്രൂരകൃത്യങ്ങളൊക്കെ ചെയ്തു കൂട്ടിയത്? അവൾക്ക് വിശ്വസിക്കാൻ പോലും കഴിഞ്ഞു കാണില്ല. തനിക്കിനിയൊരു തിരിച്ചുപോക്കില്ല എന്ന് ആ പെൺകുട്ടി ഉറപ്പിച്ചു. ഇത് തൻ്റെ അവസാന നിമിഷങ്ങളാണ്. അഫാനെ സ്നേഹിച്ചത് കൊണ്ട് തന്നെ താൻ അഫാന്റെ കൈകളാൽ തന്നെ തീരാൻ പോവുകയാണ്. ഫർസാനയുടെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. അവൾ കരയാൻ തുടങ്ങി. മുഖത്ത് നിന്ന് കൈകൾ മാറ്റിയതേയില്ല. പെടുന്നതിന് നീ കരയില്ലെന്നും ഞാനും അനുജനും നിന്റെ പിന്നാലെ വരുമെന്നും പറഞ്ഞ് അടുത്തു കരുതിയിരുന്ന ചുറ്റിക കൊണ്ട് 2 തവണ പെൺസുഹൃത്തിൻ്റെ നെറ്റിയിലടിച്ചു. ആദ്യ ആക്രമണത്തിൽ തന്നെ അവളുടെ ജീവൻ നഷ്ടപ്പെട്ടെന്ന് പിന്നീട് തലക്ക് ചുറ്റും അടിക്കുകയായിരുന്നുവെന്നാണ് വെളിപ്പെടുത്തൽ. അതിനിടെ ഇഷ്ടഭക്ഷണമായ കുഴിമന്തിയും വാങ്ങി വീട്ടിലേക്ക് മടങ്ങി വന്ന സഹോദരനെ അകത്ത് വിളിച്ച് കയറ്റി ഉമ്മ പോയെന്ന് പറഞ്ഞു. നമുക്കും ഉമ്മയുടെ അടുത്തേക്ക് പോകാമെന്ന് പറഞ്ഞു. ഇക്കാക്ക വേണ്ട, എനിക്ക് മരിക്കണ്ട. ശബ്ദം പുറത്ത് കേൾക്കാതിരിക്കാൻ ഹാളിനുള്ളിലെ TV ഓണാക്കിയ ശേഷം അഫ്സാന്റെ നേർക്ക് ആദ്യ ആക്രമണം. ഇക്ക ഇക്ക എന്ന് വിളിച്ചുകൊണ്ടായിരുന്നു 14-കാരൻ പിടഞ്ഞു വീണത്. പിന്നാലെ സമീപത്തെ മുറിക്കുള്ളിൽ നിന്ന് അനക്കം കേട്ട് തുറന്നു നോക്കുമ്പോൾ ഉമ്മയുടെ കണ്ണുകൾ ചലിക്കുന്നുണ്ടായിരുന്നു. അതിനിടെ ചുറ്റിക കൊണ്ട് പലതവണ ഷമിയുടെ തലയിൽ അടിച്ചു. രക്തം പരന്നൊഴുകിയിട്ടും കണ്ണുകൾ തുറന്നിരിക്കുന്നതോടെ ബലമായി മുറുക്കി അടച്ച ശേഷം താൻ പുറത്തു കടന്നു. രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന അനുജന്റെ മൃതദേഹത്തിനരികിലിരുന്ന് ഏറെ നേരം കരഞ്ഞു. ശേഷം രക്തക്കറ പുരണ്ട വസ്ത്രങ്ങൾ മാറ്റി കുളിച്ച് ഒടുവിൽ അടുക്കളയിലെ ഗ്യാസ് തുറന്നുവിട്ട് തുടർന്ന് ശീതളപാനീയത്തിൽ എലിവിഷം കലർത്തി കുടിച്ച ശേഷം വീടിന് പുറത്തു കടന്നു ബൈക്ക് സ്റ്റാർട്ടാക്കാതെ വന്നതോടെ ഓട്ടോ പിടിച്ച് വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിലേക്ക്. ഉമ്മയെയും താൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച അനുജനെയും പെൺസുഹൃത്തിനെയും അതിക്രൂരമായി ആക്രമിച്ചതിൽ കുറ്റബോധമുണ്ടെന്നും എന്നാൽ മറ്റു 3 പേരോട് തനിക്ക് അടങ്ങാത്ത പകയായിരുന്നു എന്നുമാണ് തെളിവെടുപ്പിനിടെ അന്വേഷണ സംഘത്തോട് അഫാൻ നടത്തിയ വെളിപ്പെടുത്തൽ. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിൽ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ അഫാനുമായി ഇന്ന് കസ്റ്റഡിയിൽ അപേക്ഷ നൽകും. പിതൃ സഹോദരൻ അബ്ദുൽ ലത്തീഫ്, ഭാര്യ ഷാഹിദ എന്നിവരെ കൊലപ്പെടുത്തിയ കേസിലാണ് കസ്റ്റഡി അപേക്ഷ. പിതൃമാതാവിന്റെ കേസിൽ തെളിവെടുപ്പ് ഇപ്പോൾ പൂർത്തിയായി കഴിഞ്ഞു. ഇനി പറയേണ്ടത് കൊലപ്പെടുത്തിയ 2 പേരുടെ കാര്യത്തിലാണ് അടുത്ത തെളിവെടുപ്പ്. അതിനായി കസ്റ്റഡി അപേക്ഷയാണ് നടക്കുന്നത്.
എന്തായാലും പൂർണ്ണമായും സാമ്പത്തിക ബാധ്യത മൂലമുണ്ടായ മാനസിക പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അതുമൂലമുണ്ടായ സംഘർഷമാണ് ഇങ്ങനെ ഒരു കൊലപാതകത്തിലേക്ക് എത്തിയത് എന്ന പൂർണ്ണമായ നിഗമനത്തിൽ പോലീസ് എത്തി. ഈ ബാധ്യതകൾ ഏതൊക്കെയാണ്, ആർക്കൊക്കെയാണ് നൽകാനുള്ളത് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്.